ഈസ്റ്റിൽ ഇപ്പോൾ നടക്കുന്ന സംഘർഷങ്ങൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ആകർഷിച്ചിരിക്കുകയാണ്. പല രാജ്യങ്ങളും ഈ സംഭവങ്ങളെക്കുറിച്ച് പ്രതികരിക്കുകയും അവരുടെ നിലപാടുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപ് ഞായറാഴ്ച ഒരു പ്രസ്താവനയിലൂടെ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. ട്രംപ് പറഞ്ഞത് ഇസ്രായേലിലെ അമേരിക്കയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷികളിൽ ഒന്നാണെന്നാണ്. അദ്ദേഹം ഇതിനെ അമേരിക്കയുടെ മഹത്തായ സഖ്യകക്ഷി എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. പൊതുജനാഭിപ്രായം എന്തായാലും ഇസ്രായേൽ എല്ലായ്പ്പോഴും അമേരിക്കയ്ക്കൊപ്പം നിന്നിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹം ഈ അഭിപ്രായങ്ങൾ പങ്കുവച്ചത്. ട്രംപിന്റെ വാക്കുകൾ വളരെ വ്യക്തമായിരുന്നു. ആൾക്കാർക്ക് ഇസ്രായേലിനെ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ അമേരിക്കയുടെ വലിയ സഖ്യകക്ഷിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇസ്രായേൽ ഒരു ശക്തമായ രാജ്യമാണ്. അവർ ധൈര്യവും ഉറച്ച നിലപാടും കാണിക്കുന്നവരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഘർഷകാലത്ത് ആരാണ് യഥാർത്ഥത്തിൽ ശക്തരെന്നും വിശ്വാസരെന്നും മനസ്സിലാക്കാൻ കഴിയുമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങൾ സമ്മർദ്ദ സമയത്ത് പിന്മാറുന്നില്ല എന്നും അവർ പോരാടാൻ തയ്യാറാണെന്നും ട്രംപ് പറഞ്ഞു. അവർക്ക് എങ്ങനെ ജയിക്കാമെന്നറിയാം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ഇത് ഇസ്രായേലിന്റെ സൈനിക ശക്തിയും ആത്മവിശ്വാസത്തെയും പ്രശംസിക്കുന്ന തരത്തിലുള്ളതാണ്. ഈ പ്രസ്താവനയിൽ ട്രംപ് മറ്റു രാജ്യങ്ങളെ വിമർശിക്കാനും മടിച്ചില്ല. ചില നാറ്റോ രാജ്യങ്ങളെ അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചു. നാറ്റോ ചില സഖ്യകക്ഷികളിൽ ഈ വിഷയത്തിൽ വ്യക്തമായ പിന്തുണ നൽകാത്തത് അദ്ദേഹത്തെ അസന്തുഷ്ടമാക്കിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞത് ചില രാജ്യങ്ങൾ ഈ സംഘർഷകാലത്ത് അവരുടെ യഥാർത്ഥ നിറം കാണിച്ചുവെന്നാണ്. അതായത് പ്രതിസന്ധി സമയത്ത് അവർ അമേരിക്കയ്ക്കൊപ്പം ഉറച്ചു നിന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം. ഇത് അദ്ദേഹത്തിന്റെ നിലപാടിനെ കൂടുതൽ കടുപ്പമുള്ളതാക്കി. ഇറാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ട്രംപ് തന്റെ അഭിപ്രായം വ്യക്തമാക്കി. ഇറാനെതിരെ നടക്കുന്ന നടപടികളെ വിമർശിച്ച് രാജ്യങ്ങളെ അദ്ദേഹം വിമർശിച്ചു. ഹോർമൂസ് കടലൊടുക്ക് തുറക്കാനുള്ള അമേരിക്കയുടെ ശ്രമങ്ങൾ പിന്തുണ നൽകാത്തത് രാജ്യങ്ങൾക്കുമേൽ അദ്ദേഹം അസന്തോഷം പ്രകടിപ്പിച്ചു. ഇതുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എത്രത്തോളം സങ്കീർണമാണെന്ന് മനസ്സിലാക്കാം. ഒരേ വിഷയത്തിൽ വിവിധ രാജ്യങ്ങൾ വ്യത്യസ്ത നിലപാടുകൾ എടുക്കുന്നു. ചിലർ സമാധാനത്തിന് മുൻഗണന നൽകുമ്പോൾ മറ്റു ചിലർ ശക്തമായ പ്രതികരണമാണ് ആവശ്യമായതെന്ന് വിശ്വസിക്കുന്നു. ഇസ്രായേലിനെ കുറിച്ച് ട്രംപ് പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള പഴയ ബന്ധത്തെ വീണ്ടും ഓർപ്പിക്കുന്നു. വർഷങ്ങളായി ഈ രണ്ട് രാജ്യങ്ങളും സുരക്ഷാ, സൈനിക, സാമ്പത്തിക മേഖലകളിൽ അടുത്ത ബന്ധം പുലർത്തുന്നുണ്ട്. ആയതിനാൽ തന്നെ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ അത്ര അതിശയകരമല്ല. അതേസമയം ലോകത്ത് പലരും ഈ വിഷയത്തെ വ്യത്യസ്തമായി കാണുന്നു. ചിലർ ഇസ്രായേലിന്റെ നടപടികളെ പിന്തുണയ്ക്കുമ്പോൾ ചിലർ വിമർശിക്കുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ അമേരിക്കയുടെ ഇടപെടലിനെ കുറിച്ചും അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുന്നു. ട്രംപിന്റെ പ്രസ്താവന ഈ അഭിപ്രായ ഭിന്നതകൾക്ക് കൂടുതൽ ശക്തി നൽകുന്ന തരത്തിലുള്ളതാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ചിലർക്ക് പിന്തുണയാകുമ്പോൾ മറ്റു ചിലർക്ക് അത് വിവാദമാകുന്നു. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ പലപ്പോഴും അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൂടുതൽ ചർച്ചകൾക്കും പ്രതികരണങ്ങൾക്കും വഴിവെക്കാറുണ്ട്. ഇപ്പോൾ നടക്കുന്ന സംഘർഷം ഒരേ ഒരു രാജ്യത്തെ മാത്രം ബാധിക്കുന്നതല്ല. മിഡിൽ ഈസ്റ്റിലെ പല രാജ്യങ്ങളും ഇതിനാൽ ബാധിക്കപ്പെടുന്നു. അതിന്റെ പ്രതിഫലനം ലോകത്തിലെ മറ്റു രാജ്യങ്ങൾക്കും വ്യാപിക്കും. എണ്ണവില, വ്യാപാരം, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ഇത് സ്വാധീനം ചെലുത്തും. ഇത്തരം സാഹചര്യങ്ങളിൽ വലിയ രാജ്യങ്ങളുടെ നിലപാട് വളരെ പ്രധാനമാണ്. അമേരിക്ക പോലുള്ള ശക്തമായ രാജ്യങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതും മറ്റു രാജ്യങ്ങളെ സ്വാധീനിക്കുന്നു. ആയതിനാൽ തന്നെ ട്രംപിന്റെ വാക്കുകൾ പ്രത്യേക ശ്രദ്ധ ലഭിക്കുന്നത് സ്വാഭാവികമാണ്. ട്രംപ് പറഞ്ഞതുപോലെ ചില രാജ്യങ്ങൾ പ്രതിസന്ധി സമയത്ത് ഉറച്ചു നിൽക്കുന്നു എന്നത് ഒരു കാഴ്ചപ്പാടാണ്. എന്നാൽ മറ്റു വശത്ത് ചില രാജ്യങ്ങൾ സമാധാനപരമായ പരിഹാരമാണ് തേടുന്നത്. അവർ യുദ്ധം ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. ഈ രണ്ട് സമീപനങ്ങളും ലോക രാഷ്ട്രീയത്തിൽ സാധാരണമാണ്. ഇസ്രായേലിന്റെ കാര്യത്തിൽ അവരുടെ സുരക്ഷാ പ്രശ്നങ്ങൾ വളരെ ഗൗരവത്തോടെ കാണുന്നു. ആയതിനാൽ തന്നെ അവർ ശക്തമായ പ്രതികരണങ്ങൾ നടത്താറുണ്ട്. ഇതിനെ ചിലർ പിന്തുണയ്ക്കുമ്പോൾ ചിലർ അത് പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുമെന്ന് കരുതുന്നു. ട്രംപ് തന്റെ പ്രസ്താവനയിൽ ഇസ്രായേലിനെ ശക്തമായി പിന്തുണച്ചതോടെ അമേരിക്കയുടെ പഴയ നയം തന്നെ അദ്ദേഹം വീണ്ടും ആവർത്തിച്ചതായി കാണാം. അതായത് ഇസ്രായേലിനോടുള്ള ഉറച്ച പിന്തുണ. ഇത് ഭാവിയിലും തുടരാൻ സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.